നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ്. ആയില്യം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മെയ് മാസം 14 തീയതി മുതൽ 31 തീയതി വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം വളരെ സന്തോഷകരവും സുഖകരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും വന്നു ചേരുന്ന ഒരു ഫലമാണ്. ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ഇത് അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും ശാസ്ത്രപരമായിട്ട് നോക്കുന്നവർക്കും ഗവേഷകർക്കും അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം. അതുപോലെ തന്നെ ഈ ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് അംഗീകാരവും ബഹുമതിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലകളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്നതാണ്. ബിസിനസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്തേക്കൊക്കെ കയറ്റുമതിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് പറ്റിയൊരു സമയമാണ്. നിങ്ങൾക്ക് തൊഴിൽ, അതായത് ജോലി ആവട്ടെ, ബിസിനസ് ആവട്ടെ, എന്തുമാവട്ടെ, അതിന് പറ്റിയൊരു സമയമാണ്. ഈ സമയത്ത് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു പരിശ്രമം ഈ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ്. നിങ്ങൾക്ക് പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള തൃപ്തമായിട്ടുള്ള ഉദ്യോഗം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശ്രമിക്കുക, ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഗഹനമായിട്ട് തോന്നുന്ന, മറ്റുള്ളവർക്ക് തോന്നുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ച് അവരുടെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ കഴിയുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. ആഗ്രഹ സബലീകരണമൊക്കെ ഇതുമൂലം നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നതാണ്. ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണം തന്നെ നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് പുതിയ ഭരണ സംവിധാനമൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കമ്പനിയിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ നിങ്ങൾക്ക് പുതിയ ഭരണ സംവിധാനമൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലാണ് നിങ്ങൾ പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതാണ്. അതുമൂലം നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. സന്തോഷവും സന്തുഷ്ടിയുമുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതമൊക്കെ വളരെ ശോഭനമായ രീതിയിൽ പോകുന്നതാണ്. സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിലെ സന്തോഷ അന്തരീക്ഷം സംജാതമാവുന്നതാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ തീരുമാനിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പ്രണയസാബല്യമൊക്കെ ഉണ്ടാവുന്നതാണ്. പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കൂടുതലും സന്തോഷ അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച ചില കാര്യങ്ങളൊക്കെ, സന്തോഷ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതാണ്. ജീവിത നിലവാരം നിങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി ഉയരുന്നതാണ്. തൊഴിൽ മേഖലയിൽ അത്യഭൂതപൂർവമായിട്ടുള്ള പുരോഗതിയും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരുന്നതാണ്. ഗുരുകാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യ വിജയം നിങ്ങൾക്ക് നേടി കിട്ടുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് അർഹമായ രീതിയിലൊക്കെ ആദരണീയമായിട്ടുള്ള സ്ഥാനമൊക്കെ ലഭിക്കുന്നതാണ്. അതെല്ലാം നിങ്ങൾ വിനയത്തോടുകൂടി സ്വീകരിക്കേണ്ടതാണ്. ഈ സമയത്ത് ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്ന ഭാവം നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എന്താണെന്നാൽ പെട്ടെന്ന് ഉള്ള ഒരു വിജയമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. സാമ്പത്തികമായാലും തൊഴിലായാലും ബിസിനസ്സിലായാലും എന്തിലായാലും നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു വിജയം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആ വിജയത്തിലൂടെ നിങ്ങളെ ചെറിയ രീതിയിൽ അഹങ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ചിന്തകൾക്ക് അതീതമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അതിൽ ആഹ്ലാദവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാവുന്നതാണ്. ആത്മവിശ്വാസമാകാം, അഹങ്കാരം പാടില്ല എന്നുള്ളതുകൂടെ ഓർക്കണം. കടം കൊടുത്ത സംഖ്യയൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ ആർക്കും കടം കൊടുക്കാൻ നിൽക്കരുത്. അത് മുന്നോട്ടുള്ള ഭാവിയിൽ അവരുമായിട്ടുള്ള ഒരു തർക്കത്തിനും ഒരു പിണക്കത്തിനും ഒക്കെ ഇടയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മാസം അവസാനമാവുമ്പോഴേക്കും ശത്രുശല്യമൊക്കെ ഒന്ന് വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ വിജയത്തിൽ അസൂയ പൂണ്ട് ചില ശത്രുക്കളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയാണ്. അന്യമതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ആരെയെങ്കിലും ഒരാളെയെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. അത്
കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആള് അതിന് അർഹനാണെന്ന് മാത്രം നിങ്ങൾ ഒന്ന് നോക്കേണ്ടതുണ്ട്. അർഹരല്ലാത്തവർക്ക് കൊടുത്താൽ അതൊരു സഹായമായി മാറില്ല എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ് ആയില്യം നക്ഷത്രക്കാരുടേത്. എല്ലാ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ജന്മ സമയമനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.